ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനി കളരിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ആംഗ്ലർ ആകാം എന്നുള്ളൊരു സബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ പിടിക്കാനൊക്കെ നല്ല തന്ത്രങ്ങൾ വേണം, ടാക്ടിക്സ് വേണം നമുക്ക്. അപ്പോൾ ആ ടാക്ടിക്സ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മളുടെ ചൂണ്ടിടാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ടാക്ടിക്സാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്, എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ധാരാളം മീനൊക്കെ പിടിക്കാം കേട്ടോ. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ചേട്ടൻ എല്ലാ ദിവസവും വന്ന് ഇവിടെ മീൻ പിടിച്ചിട്ട് പോകും, ഞങ്ങൾക്കൊന്നും മീൻ കിട്ടുന്നില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം അത് മറുപടി എന്ത് പറയാനാ? ഞാൻ പറയും, നിങ്ങളോട് ക്ഷമയോടുകൂടി മീൻ ചൂണ്ടിടുന്നൊക്കെയാണ് എല്ലാവരോടും പറയും, നിങ്ങൾക്ക് മീൻ കിട്ടും പറയും. ചിലവ് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ്, ഇങ്ങനെ കോമണായിട്ട് ചോദിക്കുന്നത്, ചേട്ടന് എല്ലാ ദിവസവും മീൻ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത് പറയും. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ഒരു 2 മാസത്തിലധികമായിട്ട്, അപ്പം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ മാസത്തിൽ ഞാൻ ചൂണ്ടിടാൻ വന്ന എല്ലാ ദിവസവും എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് നോക്കണ ഒരു 2 കിലോ മീൻ എനിക്ക് ആവറേജ് കിട്ടുന്നുണ്ട്. ഇതിൽ ഒറ്റ ദിവസം മാത്രമേ എനിക്ക് മീൻ കിട്ടാതെ വന്നുള്ളൂ. അന്ന് ഒരു മീനും കിട്ടിയില്ല ഒരു ദിവസം. ബാക്കി എല്ലാ ദിവസവും എല്ലാ ദിവസവും എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോഴല്ല, നമ്മൾ ബെയ്റ്റ്. അപ്പം നമുക്ക് പലതരത്തിൽ നമുക്ക് ചൂണ്ടിടാം, പല ടാക്കിൾസ് ഉപയോഗിച്ചിട്ട്. ലൈവ് ബെയ്റ്റ് ഉപയോഗിക്കാം, നമുക്ക് ലൂറ്, ഷാഡ്, ജിഗ്, അങ്ങനെയുള്ള പല ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചൂണ്ടിടാം. അപ്പം ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ലൈവ് ബൈറ്റ് ഫിഷിംഗ് ആണ് ചെയ്യുന്നത്. ലൂറും ഷാഡൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ്. അതിൽ നമ്മളത്ര എക്സ്പെർട്ടും അല്ല, വളരെ അപൂർവമാണ്. സാധനമൊക്കെ എൻ്റെ കയ്യിൽ പണ്ട് മുതൽ തന്നെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റീലും റോഡൊക്കെ എൻ്റെ കയ്യിൽ പണ്ട് മുതൽ തന്നെയുണ്ട്, വർഷങ്ങളായിട്ട് മുമ്പ്. പക്ഷേ ഞാനത് അത്ര അത് ഉപയോഗിക്കാറില്ല. ബൈറ്റ് നമ്മൾ പ്രധാനമായിട്ടും ചൂടൻ ചെമ്മീൻ, പിലോപ്പി, ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ ചൂണ്ടിടാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൂടൻ ചെമ്മീൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു ചെമ്പൻ കളറുള്ള ചൂടൻ ചെമ്മീനുണ്ട്, പിന്നെ ഒരു ഇരുണ്ട നിറത്തിലുള്ള ചൂടനുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല സക്സസ് ആയിട്ട് നല്ല റിസൾട്ട് ഉള്ളത് ഈ ചെമ്പൻ നിറത്തിലുള്ള ചൂടനാണ്. ഒരു ബ്രൗണിഷ് കളറായിരിക്കും ആ ചൂടൻ. ഞങ്ങൾ ഈ ചെമ്പൻ ചൂടൻ എന്ന് പറയും. പിന്നെ ഒരു ഇരുണ്ട നിറം എന്ന് പറയുന്നത് അതൊരു ബ്ലാക്കിഷ് ആയിരിക്കും. അത് നരിച്ചൂടൻ എന്നൊക്കെ അങ്ങനെ പറയാം. അത് പല ആളുകളും പല തരത്തിലാണ് പേര് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇരുണ്ട നിറത്തിൽ ബ്ലാക്കിഷ് ഷെയ്ഡായിട്ടുള്ള ഒരു ചൂടനുണ്ട്. അതിനത്ര റിസൾട്ട് പോരാ, എൻ്റെ അഭിപ്രായത്തിൽ റിസൾട്ട് പോരാ. ഈ ചെമ്പൻ നിറത്തിലുള്ള ചൂടനുണ്ടല്ലോ, അത് കലക്ക സാധനമാണ്. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മീനാട്ടി. പിന്നെ നമ്മൾ ഈ വാങ്ങിക്കുന്ന ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ വാങ്ങിച്ചിട്ട് നമ്മളത് നല്ല ജീവനോട് നല്ല ഫ്രഷായിട്ട് തന്നെ നിലനിർത്തണം. അതിനൊന്നെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കെട്ടിയിടാം, നെറ്റിൽ വെള്ളത്തിൽ കെട്ടിയിടാം. പല മറയങ്ങൾ ഉപയോഗിക്കാം. ചിലവ് വല്ല ടിന്നിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഹോളൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കെട്ടിയിടും, നെറ്റിനകത്ത് തന്നെ ഇടും. എങ്ങനെയായാലും നിങ്ങളത് നന്നായിട്ട് കീപ്പ് ചെയ്യുക. ഈ ലൈവ് നല്ല ജീവനായിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ നിലനിർത്താറുണ്ട്. പിന്നെ അങ്ങനെ വെള്ളത്തിൽ നിന്ന് കെട്ടായി ഇടാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യേണ്ടത് തുണി നനച്ചെടുക്കുക. തുണി നനച്ചിട്ട് അത് പൊതിഞ്ഞിട്ട് വെയിൽ കൊള്ളാതെ വെക്കുക. ചില ആൾക്കാർ ചൂടൻ ചെമ്മീൻ വാങ്ങിച്ചിട്ട് കിറ്റിൽ വെറുതെ വെയിലത്ത് കൂടെ ഇട്ടേക്കും. അപ്പോൾ ചൂടടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചത്തുപോയി. അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ വ്യത്യാസം ഇല്ലാണ്ട് ആ ഒരു തണുപ്പിൽ നിലനിർത്തി വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇരുന്നോളും, വെള്ളമൊന്നും വേണ്ട. ആ ഒരു തണുപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നോളും. ന്യൂസ് പേപ്പർ നനച്ചിട്ട് പൊതിഞ്ഞു വെക്കും. അതിൽ വെള്ളം അധികം പാടില്ല. ഈ നനച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് പൊതിഞ്ഞു വെക്കുന്നത്. വെള്ളം അങ്ങനെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അത് ചത്തുപോകും. അപ്പോൾ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ചൂടാകാതെ നിർത്തി കഴിഞ്ഞാൽ കുറേ നേരം ലൈവായിട്ട് നിന്നു. അപ്പോൾ അങ്ങനെ അത് കീപ്പ് ചെയ്തിട്ട് വേണം നമുക്കത് ഈ ചൂടൻ ചെമ്മീനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അടുത്തത് നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലോ ഈ പിലോപ്പി അങ്ങനെയുള്ള മീനുകളെ. അത് നമുക്ക് ഞങ്ങൾ കുളത്തിൽ നിന്ന് വല വീശിയാണ് ഞാൻ പിടിക്കണം. വലയൊക്കെ ഉണ്ടെന്നത് വലയിൽ വീശി പിടിച്ചിട്ട് അത് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അതിൽ പിലോപ്പിൽ നല്ല റിസൾട്ടാണ്. അതേമാതിരി നമ്മുടെ ഈ നാടൻ കറുവപ്പ് ഉണ്ടല്ലോ, ഈ കുളത്തിലൊക്കെ പണ്ടുണ്ടാകുമല്ലോ, ആ കറുവപ്പിനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. ചെമ്പല്ലി, കാളാഞ്ചി അങ്ങനെയുള്ള മീനെ കിട്ടും. ആ സാധനമൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ 2 സാധനമാണ് ലൈവ് ബൈറ്റ്. പിന്നെ ഈ നമ്മുടെ ചാള,
കൂന്തൽ അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലും മീൻ കിട്ടും. പക്ഷേ ആ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ചാളമൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ കൊണ്ടുവരണമെങ്കിൽ പിലോപ്പി കൊണ്ടുവരും, അല്ലെങ്കിൽ ചൂടൻ ചെമ്മീൻ കൊണ്ടുവരും. ഈ 2 സാധനമാണ് ഞാൻ ഉപയോഗിക്കാറ്. ചാളയൊക്കെ വളരെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി. തുടക്കക്കാലത്തൊക്കെ ഞാൻ ചാളയൊക്കെ കൊണ്ടുവന്ന് മീൻ പിടിക്കുക. അത് ഈ ഏരിനെ പിടിക്കാനായിട്ട് ചാള നല്ല അടിപൊളിയാണ്. ഏരി കിട്ടുകയാണെങ്കിൽ വേറെ ഒരു സാധനം നോക്കണ്ട, ഈ ചാള കൊണ്ടുവന്നിരുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അടുത്ത് ഏരി കുറവാണ്, അപ്പോൾ അത് കാരണം ഈ ചാള ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ നാളായി. അടുത്തതുണ്ടല്ലോ നമ്മൾ ഈ ഇതിന് ഉപയോഗിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ലൈൻ നമ്മൾ പരമാവധി ഈ വൈറ്റ് ലൈൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് സൂപ്പർ ലൈൻ്റെ ടാങ്കീസ് കിട്ടും, ലൈൻ കിട്ടും. അപ്പം സൂപ്പർ ലൈൻ്റെ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റീലും റോഡൊക്കെ ഞാൻ ആ ഒരു സീസൺ സമയത്ത്, ഇപ്പോൾ ഈ വാഴമീനൊക്കെ അങ്ങനെ കയറുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള ചൂണ്ടയൊക്കെ പോകുന്നത്. ബാക്കി എപ്പോഴും നമ്മൾ ഹാൻഡ് ലൈൻ ചൂണ്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വൈറ്റ് കളറിൽ ലൈൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേ നമ്മൾ ഇറക്കി വിടാൻ ഇപ്പം ഞങ്ങൾ ദൂരേക്ക് മീൻ ഒഴുക്കി ഇട്ടിട്ട്, ഞങ്ങൾ പ്രധാനമായിട്ടും പാലത്തിൽ നിന്ന് ചൂണ്ടയിടുന്നത് ദൂരേക്ക് ഒഴുക്കി ഇട്ടിട്ടാണ് മീനെ പിടിക്കുന്നത്. 200-300 മീറ്ററൊക്കെ ദൂരേക്ക് ഞങ്ങൾ ചൂണ്ട ഒഴുക്കി ഇടും. അപ്പോൾ ആ ഒഴുക്കി വിടാൻ ഉപയോഗിക്കുന്ന ടാങ്കീസ് ഏത് കളറായാലും കുഴപ്പമില്ല. നമ്മൾ കൊളുത്ത് കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, കൊളുത്ത് കിട്ടുന്ന ഭാഗത്ത് കിട്ടുന്നതൊക്കെ വൈറ്റ് ടാങ്കീസ് ഉപയോഗിക്കുക. എന്നുവെച്ചാൽ നമ്മൾ വെള്ളവുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന നിറത്തിലുള്ള ടാങ്കീസ് ഉപയോഗിക്കുക. അപ്പോൾ വൈറ്റ് മാത്രമല്ല, ഈ ചെറിയ പച്ച നിറത്തിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ലൈറ്റ് പച്ചില്ല, അങ്ങനെ പച്ച അങ്ങനത്തെ ലൈനൊക്കെ കിട്ടും, പച്ച നിറത്തിലുള്ള ലൈനൊക്കെ കിട്ടും. അതൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓരോ മീനനുസരിച്ചിട്ട് ലൈൻ ഉപയോഗിക്കുന്നത്, അവിടെ കിട്ടുന്ന മീൻ എത്ര വലിപ്പമുള്ളതാണ് അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ലൈനിൻ്റെ വലിപ്പമൊക്കെ ഏറ്റക്കുറച്ചിൽ വരുത്താനായിട്ട്. ചെറിയ മീനുകളാണെങ്കിൽ ചെറിയ കനം കുറഞ്ഞ വണ്ണം കുറഞ്ഞ ലൈൻ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ വലിയ മീനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വണ്ണം കൂടിയ 90-100 അങ്ങനെയുള്ള mm വണ്ണമുള്ള ടാങ്കീസുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചെറിയ ഒരു 60-70 ഒക്കെ ലൈൻ ഉപയോഗിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഹുക്ക്, ഈ മീൻ എത്ര വലിപ്പമുള്ള മീനാണ് അവിടെ കിട്ടുന്നത് അതനുസരിച്ചിട്ട് വേണം കുളത്തിൻ്റെ വലിപ്പം നമ്മൾ തീരുമാനിക്കാനായിട്ട്. ചെറിയ മീനുകളാണെങ്കിൽ ഒരു 12-15 അങ്ങനെയുള്ള കുളത്തുകൾ ഉപയോഗിച്ചാൽ മതി. ഈ 12 കുളത്തിലേക്ക് ഒരു 1 കിലോ ഉള്ള മീനൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും കേട്ടോ. 1 കിലോ അല്ല, നമുക്ക് നോക്കി പിടിക്കുകയാണെങ്കിൽ അതിലുള്ള അല്ലെങ്കിൽ നമ്മൾ കടുംപിടുത്തൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ 12-ൻ്റെയൊക്കെ വലിയ മീൻ പിടിച്ചോ നിവർന്നു പോകും. അപ്പം മീനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വലിയ മീനൊക്കെ ആണെങ്കിൽ ഒരു മറ്റേ കാർബൺ ഹുക്കാണെങ്കിൽ 15, അല്ലെങ്കിൽ സാധാരണ ഓർഡിനറി ഹുക്കാണെങ്കിൽ ഒരു 8-9. ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കാർബൺ ഹുക്കാണ്. കാർബൺ ഹുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാർബൺ ഹുക്ക് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഒരു മീൻ പിടിച്ചിട്ട് ആ ഹുക്ക് നിവർത്തിക്കളഞ്ഞു. അതിന് ഹെവി മീനായിരിക്കും, പക്ഷേ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാനത് വേറൊരു ചൂണ്ട നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് അടിച്ച് ടൈറ്റായിട്ടും ഞാൻ ഈ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ തിരക്കൂട്ടിന് പിടിക്കാറില്ല. ഒരു ചൂണ്ട ഇട്ടിട്ടിരിക്കണം, അത് ഇട്ടിട്ട് അടുത്ത ആ ചൂണ്ടയിൽ മീൻ അടിച്ചാൽ അത് എടുക്കാൻ വേണ്ടി വരാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്ക് അത് വലിച്ച് നിവർത്തിക്കൊണ്ട് പോയി. അത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു 2 വർഷത്തിലധികമായിട്ട് ഈ കാർബൺ ഹുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാർബൺ ഹുക്ക് നിവർന്നു പോയത്. പക്ഷേ കാർബൺ ഹുക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് ധാരാളം മീൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റേ സാധാരണ ഹുക്ക് ഉപയോഗിക്കുന്നത് അത് പെട്ടെന്ന് നിവർന്നു പോകുന്നത് പതിവാണ്. അത് മീനിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച്. അപ്പോൾ ഓക്കെ, നിങ്ങളപ്പോൾ ഈ ലൈനും ഹുക്കും ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പോലെയുള്ള ഇത് ഉപയോഗിക്കുക. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന ഏരിയ ഉണ്ടല്ലോ, ഏരിയ കൂടുതൽ ഈ കല്ല് അങ്ങനെ കച്ചറ ഉടക്കുകളൊക്കെ ഉള്ള കല്ലൊക്കെ ഉള്ള ഏരിയയിലാണ് ചൂണ്ടിടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ലൈവ് ബൈറ്റ് ഇടുകയാണെങ്കിൽ താഴെ മുട്ടിച്ചിടരുത്. നമ്മൾ വെയിറ്റിൻ്റെ അറ്റത്താണ്, വെയിറ്റ് കഴിഞ്ഞിട്ടാണ് ഹുക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് ഒരു മീറ്ററെങ്കിലും പൊക്കി നിൽക്കുന്ന വിധത്തിൽ മാത്രമേ ചൂണ്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാതെ വെള്ളം ഒഴുകി നിൽക്കുന്ന വിധത്തിൽ വെയിറ്റ് ഇല്ലാതെ ഇടുക. ഒഴുക്കില്ലാത്ത വെള്ളമാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ലൈവ് ബൈറ്റ് ആണെങ്കിൽ അപ്പം വെള്ളത്തിൽ ഇങ്ങനെ മീൻ ഓടിച്ച് ചെമ്മീനോ അല്ലെങ്കിൽ പിലോപ്പിയാണെങ്കിൽ അത് ഓടി നിൽക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നല്ല റിസൾട്ട് കിട്ടും. അത് ഒഴുക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴെ ചെന്ന് മുട്ടിയൊക്കെ കിടക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കരുത്. ഈ കല്ലൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ, സാധാരണ അല്ലാത്ത ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല, താഴെ മുട്ടിക്കുന്നതിനും പ്രശ്നമില്ല. പക്ഷേ കല്ലൊക്കെയുള്ള ഉടക്കുള്ള ഏരിയ ആണെങ്കിൽ താഴെ മുട്ടിച്ചിടരുത്. താഴെ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 2 അടിയോ ഒരു 3 അടിയൊക്കെ പൊക്കി നിർത്തും. അപ്പം അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ കിട്ടും. നമുക്ക് ഉടക്കിലൊന്നും പോകാതെ മീനെ പിടിച്ചെടുക്കാൻ സാധിക്കും.
ഈ ഉടക്കൊക്കെയുള്ള സ്ഥലത്ത് നിങ്ങൾ ചൂണ്ടിടുമ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. താഴെ മുട്ടിച്ചിടാറെന്ന് പറയില്ല, വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് നിങ്ങൾ താഴെ ഇടാതെ പൊക്കി നിർത്തുക എന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് ആ ഉടക്കൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ മീനുണ്ടാവും, ഈ കല്ലൊക്കെ ഉള്ളിടത്ത് മീനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോട്ട് ഇട്ടിട്ട് ഇടാം. ഫ്ലോട്ട് നിർത്തിയിട്ട് ഒരു 4 അടി ഒക്കെ ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന നിർത്തി ഫ്ലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ചൂണ്ടിടാം. അപ്പോൾ അങ്ങനെ ഇടുക, ഫ്ലോട്ട് ഇട്ടിട്ട് ആ തരത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ വലിയ ഉടക്കിലൊന്നും പോയി പെടില്ല. പക്ഷേ നമ്മളത് നോക്കി നിൽക്കണം. അടിച്ചു കഴിഞ്ഞാൽ മീൻ ഒപ്പം തന്നെ കല്ലിൻ്റെ ഇടയ്ക്ക് കയറും. അപ്പോൾ നിങ്ങൾ ഈ റോഡും ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ആ ഫ്ലോട്ട് ഇട്ടിട്ട് നമ്മൾ സാധാരണ ചൂണ്ടിടുന്നത്. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് കയറ്റിക്കൊള്ളണം, അല്ലെങ്കിൽ ഉടക്കി പോകും. ഈ കാര്യങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമ്മളൊരു വേറൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ പക്കായിരിക്കണം. കാര്യം നമുക്ക് മീൻ പിടിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും, നമ്മൾ പിടിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ വേണം അവിടെ നിൽക്കാനായിട്ട്. നമ്മുടെ കോൺഫിഡൻസാണ് നമുക്ക് മീനെ പിടിക്കാനുള്ളത് നമ്മളെ സഹായിക്കുന്നത്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ചൂണ്ടിടുന്ന കാര്യമല്ല, എന്ത് കാര്യമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് കാര്യമായാലും നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റില്ല. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ചൂണ്ടിടുക, നമുക്ക് തീർച്ചയായിട്ടും മീൻ കിട്ടും. ചിലരുണ്ട് ചൂണ്ടിടാൻ അവിടെ വന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർ മീൻ പിടിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്നതല്ലേ, അവർ പിടിക്കുമ്പോൾ എന്നിട്ട് നമ്മുടെ അവൻ്റെ ചിന്താഗതി എന്താ, അവർക്ക് മീൻ കിട്ടുന്നുണ്ട്, അവിടെ മീൻ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ നിൽക്കുന്നിടത്ത് മീനൊന്നും ഇല്ല, എൻ്റെ ചൂണ്ടിലും മീൻ കൊത്തില്ല, അങ്ങനെയുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരുടെയും മീനടിക്കും. അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റും, ഞാൻ പിടിക്കും എന്നുള്ള ഒരു ഇതിൽ തന്നെ നിങ്ങളവിടെ നിൽക്കുക, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇനി പോയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ധാരാളം മീനെ പിടിച്ച് നമുക്ക് വരാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.